ജൂലൈ മാസം 1 മുതൽ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളുടെ വിതരണം വിവിധ മേഖലകളിലേക്കുള്ളത് പ്രഖ്യാപിച്ചു. ആനുകൂല്യ വിതരണത്തിലും അപേക്ഷയിലും വമ്പൻ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ജൂലൈ മാസം മുതലുള്ള പെൻഷൻ വിതരണത്തിൽ മാറ്റങ്ങൾ വരുത്തിയുള്ള അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് 2026 ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം സജീവമായ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുതിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത്. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ 2000 രൂപയുടെ വിതരണം ഇന്ന് മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സജീവമാകും. ഇതോടൊപ്പം തന്നെ 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് മുതൽ കേന്ദ്രവിഹിതം എത്തിച്ചേർന്നു തുടങ്ങും. 7 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ നേരിട്ട് ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറാറുള്ളത്. സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിക്കുകയും പിന്നീട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൈപ്പറ്റുകയും ചെയ്യാറാണ് പതിവ്. ജൂൺ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ടായിരുന്നു. ഈ തുകയാണ് ഗുണഭോക്താക്കളിലേക്ക് ഇന്ന് മുതൽ എത്തിച്ചേരുക. ഈ സാഹചര്യത്തിലാണ് ജൂലൈ മാസം മുതലുള്ള പെൻഷൻ വിതരണത്തിൽ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. മാറ്റങ്ങളുടെ ആദ്യഘട്ടമെന്നോണം ഭൗതിക സാഹചര്യ പരിശോധനകൾ ഇന്ന് മുതൽ കൂടുതൽ കർശനമാക്കും. 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ, എയർ കണ്ടീഷൻ ചെയ്ത വീടുകൾ, ആധുനിക രീതിയിൽ ഫ്ലോറിംഗ്, റൂഫിംഗ് എന്നിവ നടത്തിയിട്ടുള്ള വീടുകൾ, മറ്റ് സർക്കാർ ജീവനക്കാരുള്ള വീടുകൾ, 4 ചക്ര വാഹനമുള്ള വീടുകൾ, വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള വീടുകൾ, ഇങ്ങനെയുള്ള ഗുണഭോക്താക്കളെയെല്ലാം കണ്ടെത്തി ഇന്ന് മുതൽ പട്ടികയിൽ നിന്ന് പുറത്താക്കും. ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമെന്നുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് കർശന പരിശോധനകൾ ആരംഭിച്ചത്. വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം, വരുമാന സർട്ടിഫിക്കറ്റുകൾ എന്നിവ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ 30 അവസാനിച്ച സാഹചര്യത്തിൽ ഈ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത 2.5 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസം മുതലുള്ള പെൻഷനുകൾ ലഭിക്കുന്നതല്ല. സർക്കാർ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കമാണ് വിതരണം ആരംഭിക്കുക. ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ മാനദണ്ഡം, വിതരണം ക്രമീകരണം എന്നിവയെല്ലാം ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസം മുതലുള്ള പെൻഷൻ തുക വിതരണം ആരംഭിക്കുമ്പോൾ പുതിയതായി ഗുണഭോക്താക്കൾക്ക് പെൻഷന് അപേക്ഷ വയ്ക്കാവുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്നതിനുള്ള അപേക്ഷാ ഫോറം സേവന സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ആധാർ കാർഡിന്റെ പകർപ്പ്, പെൻഷൻ എത്തിച്ചേരേണ്ട ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ അപേക്ഷകൾ പാസ്സായി കിട്ടുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്ക് പുറമെ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യ വിതരണത്തിലും മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ 2000 രൂപയുടെ വിതരണമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഗുണഭോക്താക്കൾക്ക് ആരംഭിച്ചത്. തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് 22ാം ഗഡുവായ 2000 രൂപ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ 4000 രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് ഈ ആഴ്ച മുതൽ എത്തിച്ചേരുന്നതാണ്. PM കിസാൻ സമ്മാൻ നിധി യോജനയിലേക്ക് ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. PM കിസാൻ പദ്ധതിയുടെ പ്രയോജനം ഗുണഭോക്താക്കളുടെ ആധാർ സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിൽ ഇടനിലക്കാരുടെ ഇടപെടലുകളില്ലാതെ ഉദ്ദേശിച്ച ഗുണഭോക്താക്കൾക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി ഗുണഭോക്താക്കളിലേക്ക് തുക നേരിട്ട് തന്നെ എത്തിച്ചേരും. കരമടച്ച രസീത്, ആധാറിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്ക്, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, കൃഷിഭൂമി സ്വന്തമായി ഉണ്ടെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം എന്നിവയുമായി തൊട്ടടുത്തുള്ള CSCകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ ഇലക്ട്രോണിക് KYC, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 24ാം ഗഡുവായ 2000 രൂപ വീതം എത്തിച്ചേരുന്നതാണ്. ഒരു തവണ പദ്ധതി ആനുകൂല്യത്തിനായി അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾ വീണ്ടും അപേക്ഷ വെക്കേണ്ടതില്ല. ഇവർക്ക് പുതിയ അപേക്ഷകൾ അനുവദിക്കുന്നതുമല്ല. കൂടുതൽ സർക്കാർ ആനുകൂല്യങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.